Vijay, we CKCHS family most welcome you to take motivational class. Thank you, my dear students and parents, for hearing me. All of you may attend the class. I am sure that the class will give you vibrant and positive thinking. Have a nice day. Good luck to all. May God the Almighty bless you. Thank you. CHS പുനരുദ്ധി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. എൻ്റെ പേര് വിജയ് ചന്ദ്രബോസ്. ഞാനൊരു ഓണ്ടർപ്രണറാണ്, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അലൈഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ വൺ ഓഫ് ദ മാനേജിംഗ് പാർട്ട്ണറാണ്. മൊബൈൽ ആക്സസറീസ് ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അതുകൂടാണ്ട് ഇൻഡസ് ഗ്രേഷ്യ ക്രിയേറ്റീവ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട്. അതിലെ വൺ ഓഫ് ദ ഡയറക്ടറാണ്. ഞങ്ങൾ വില്ലാസും ഫ്ലാറ്റുമാണ് ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയാണ് ബേസ്. കുറെ അധികം നാളത്തെ ആഗ്രഹമായിരുന്നു. അനുഭവങ്ങളും വായിച്ചതും എല്ലാം അതിലേക്ക് നല്ല കാര്യങ്ങൾ ലോകത്തോട് പറയണം. കോവിഡ് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. ലോക്ക്ഡൌൺ പീരീഡിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. FBയിലും ആഴ്ചയിൽ ഒരു വീഡിയോ എന്ന രീതിയിൽ ഇടാറുണ്ട്. അത്യാവശ്യം ന്യായമായ നല്ല ആക്സെപ്റ്റൻസ് കിട്ടി. കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് വന്നു. അതിലെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ആദ്യമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന CKCHSലെ എല്ലാ അധ്യാപകന്മാർക്കും എല്ലാ ടീച്ചേഴ്സിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അധ്യാപകന്മാർക്കും ടീച്ചേഴ്സിനും എല്ലാം എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. സ്പെഷ്യൽ താങ്ക്സ് ടു സുമി മിസ്. സുമി എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ സീനിയറാണ്. താങ്ക് യു സുമി. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരു മോട്ടിവേറ്റിംഗ് സെഷൻ ആയിരുന്നോ, ജസ്റ്റ് നോർമൽ ആയിരുന്നോ, അല്ലെങ്കിൽ ആരും ബോറിനായിരുന്നോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും പോസിറ്റിവിറ്റി കിട്ടിയെങ്കിൽ ഉറപ്പായിട്ട് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം, നല്ല കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കമ്പാരിസനെ കുറിച്ച്. കമ്പാരിങ് ഇപ്പോൾ ടീച്ചേഴ്സ് നമ്മളെ കമ്പയർ ചെയ്യാം, നമ്മളെ കുറിച്ച് അപ്പുറത്ത് മറ്റേ കൊച്ചു നന്നായിട്ട് പഠിക്കുന്നു, നീ പഠിക്കുന്നില്ല. പാരന്റ്സ് കമ്പയർ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചിന്തകൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ കയറും. ഞാൻ മറ്റവനെക്കാളും താഴ്ത്താണ്, എനിക്ക് അവനെ മുകളിൽ കയറണം. സോ കമ്പാരിസൺ ഒരു ചെറിയ വിഷയമാണ്, വലിയ വിഷയമാണ്. അതേപോലെ തന്നെ ഇന്ന് ലോകം മുഴുവനും നമ്മൾ TV-യിലും പത്രത്തിലൊക്കെ വായിക്കുന്ന ഒരു യാഥാർത്ഥ്യം, കോവിഡ് എന്ന യാഥാർത്ഥ്യവും അതിനോടനുബന്ധിച്ച പ്രതിസന്ധി എന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ ടോക്കച്ച് പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. LKG മുതൽ 6ാം ക്ലാസ് വരെ. 6ൽ 2 തവണ പഠിച്ചു. കുറെ കൂടി പഠിക്കാനായിട്ട് തോറ്റു എന്നാണ് പറയേണ്ടത്. 2 വർഷം 6ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചു. അപ്പോൾ എൻ്റെ ഓർമ്മകൾ ശരിക്ക് LKG UKG ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ 1ാം ക്ലാസ് കൊണ്ടാണ്. അപ്പോൾ എല്ലാം എവിടെന്നോ എൻ്റെ മനസ്സിൽ കയറിയ ഒരു കാര്യമാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളത്. ഒട്ടും സ്മാർട്ട് അല്ല എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കയറി. അതിനു മുമ്പ് പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ CBSEയിൽ പഠിച്ചാലാണ് വിജയിക്കൂ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് എന്നെ ടോക്കച്ചിലാക്കിയത്. പക്ഷേ കുട്ടികളെ പറയാം, എല്ലാ കുട്ടികളും ജനനം കൊണ്ട് എല്ലാ കപ്പാസിറ്റിയും എവിടെ വേണമെങ്കിലും വളർന്നെത്താൻ പറ്റുന്ന ഫുൾ പൊട്ടൻഷ്യലായിട്ടാണ് ജനിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ആ കുട്ടി കേൾക്കുന്നതും കാണുന്നതും എല്ലാമാണ് ആ കുട്ടിയുടെ ജീവിത വിജയത്തെ നിശ്ചയിക്കുന്നത്. അതിൽ പാരന്റ്സിന്റെ ഒരു വലിയ പങ്കുണ്ട്, അധ്യാപകരുടെ പങ്കുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ജനനം കൊണ്ട് എല്ലാവരും സ്മാർട്ടായിട്ട് ജനിക്കുന്നത്. കാലചക്രം കറങ്ങി ആണ് എക്സ്പീരിയൻസ് വരുമ്പോൾ പാരന്റ്സിന്റെ സംസാരം, ടീച്ചർ സംസാരമൊക്കെയാണ് ഈ കുട്ടിയുടെ ജീവിത വിജയം നിശ്ചയിക്കുന്നത്. ഈ വിജയം തന്നെ കുറെ പറയാനുണ്ട്. വിജയം, റിയൽ സക്സസ്, ശരിക്കുള്ള വിജയം എന്നും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ വിജയം. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ടോക്കച്ച്. എന്തുകൊണ്ട് ടോക്കച്ച്? ഞാൻ പറഞ്ഞു, അന്നത്തെ ഒരു ചിന്ത ടോക്കച്ചിൽ പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ CBSEയിൽ പഠിച്ചാൽ മാത്രമേ വിജയിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ കുട്ടികളെ ആദ്യം അവിടെ തുടങ്ങാം. ഒരിക്കലും അങ്ങനൊരു സംഭവമില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും
കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത് സുന്ദർ പിച്ചൈ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനെ എത്ര ആളുകൾ, അബ്ദുൽ കലാം പോലത്തെ മഹാന്മാരായ വ്യക്തികൾ, വ്യക്തിപ്രഭാവമുള്ള എനർജറ്റിക് പീപ്പിൾ എല്ലാം തന്നെ സാധാ സ്റ്റേറ്റ് സിലബസ് തന്നെ പഠിച്ചു വന്നതാണ്. ഒരു സ്ഥലത്തും ഒരു പഠനമില്ല. അതായത് പഠനമില്ല എന്ന് പറഞ്ഞത് ഒരു സ്റ്റഡി നടന്നിട്ടില്ല. CBSEയിൽ പഠിച്ച വിദ്യാർത്ഥിയും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥിയുടെയും 15 വർഷം കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ എത്തി എന്നുള്ളതാണ് ഒരു അനാലിസിസ് നടത്തിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് സ്കൂളാണ് ബെറ്റർ എന്നുള്ളത്. അങ്ങനെ ഒരു പഠനം ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് മേക്ക്, ഒരിക്കലും ഒരു ഡിഫറൻസ് ഇല്ല. CBSEയിൽ പഠിച്ചു എന്നോ സ്റ്റേറ്റിൽ പഠിച്ചു എന്നോ മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്നോ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ ഡിഫറൻസ്. എല്ലാം മനസ്സിലെ ചിന്ത. ഈ ചിന്തയ്ക്ക് എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ വിജയം ഡിസൈഡ് ചെയ്യുന്നത്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോ ടോക്കച്ചിൽ ഞാൻ പറയാം, 5ാം ക്ലാസ് വരെ തട്ടി മൂട്ടിയൊക്കെ ജയിച്ചാൽ പോയത് 5ാം ക്ലാസ് റീടെസ്റ്റ് എഴുതിയാൽ ജയിച്ച് 6ാം ക്ലാസ്സിൽ അവർ ഉറപ്പിച്ചു ഇവരിനി 7ാം ക്ലാസ് വിട്ടാൽ ശരിയാവില്ല. 6ാം ക്ലാസ്സിൽ 1 വർഷം കൂടി ഇരുത്തി. അതിനുശേഷം 7ാം ക്ലാസ് ഞാൻ വിദേശത്താണ് പഠിച്ചത്, ദുബായിൽ. അച്ഛൻ അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛൻ 1 വർഷത്തേക്ക് ഞങ്ങളെ ഫാമിലി സഹിതം അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ കലാപരമായിട്ട് ഒന്നുമില്ല, ഒരു കഴിവില്ല എന്നാണ്. സംസാരിക്കാൻ ചമ്മൽ, ഇംഗ്ലീഷ് തന്നെ കണക്കാണ്. CBSE പഠിച്ചിട്ട് ഇംഗ്ലീഷ് ഒന്നും മര്യാദക്ക് സംസാരിക്കത്തില്ല. അങ്ങനെ ഒരു ടാലന്റ് എക്സ്ട്രാ ഓട്ടത്തിനോ ചാട്ടത്തിനോ കളിക്കാനോ ഒന്നും എന്റെ മനസ്സിൽ എവിടെന്നോ കയറി. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ചിന്തയുള്ളത് ഐ ആം നോട്ട് ഹാവിങ് എനി കപ്പാസിറ്റി. അങ്ങനെ ഒരു കഴിവില്ലാത്ത വ്യക്തിയെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ അവിടെ ഇന്ത്യൻ സ്കൂൾ ഓഫ് അജ്മാനിലാണ് പഠിച്ചിരുന്നത്. ഞാൻ വൈകിയാണ്, ഒരു 2 മാസം വൈകിയാണ്. നമ്മുടെ അക്കാഡമിക്കിന്റെ ചെറിയ വ്യത്യാസം വന്നിട്ട് 2 മാസം വൈകിയാണ് അവിടെ ചേർന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പഠിത്തം ബോറടിക്കും. നമ്മൾ പുറത്ത് മുട്ടുകുത്തി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ചെന്നത്. പക്ഷെ കുട്ടികൾക്കൊരു മിറാക്കിൾ സംഭവിച്ചു. 2 മാസം കഴിഞ്ഞിട്ട് അവിടുത്തെ ഈ ചൂട് കാലം വരുമ്പോൾ അക്കാഡമിക് ഇയർ തുടങ്ങി 2 മാസം കഴിഞ്ഞിട്ടാണ് 2 മാസത്തെ വെക്കേഷൻ. അപ്പൊ ഞാൻ ചെന്നത് ഈ അക്കാഡമിക് ഇയർ 2 മാസം കഴിഞ്ഞു. എക്സാം സമയത്ത് ചെന്ന് 1 ആഴ്ച മുമ്പ് ചെന്ന്. അപ്പൊ ആസ് യൂഷ്വൽ ആ 1 ആഴ്ച കൊണ്ട് ഞാൻ പഠിച്ചെഴുതി എക്കത്തിനും ഫസ്റ്റ് ഫ്രം ദ ലാസ്റ്റ് ആണ്. എനിക്കത് പ്രത്യേകത. പക്ഷെ എങ്ങനെയോ അവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കും എവിടെ ഒരു തോന്നലൊന്നും ഞാൻ നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ടീച്ചർ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കാൻ കാര്യം ഒരു ടീച്ചറിന്റെ വാക്കാണ്. ഷീക്കല മിസ് എന്നായിരുന്നു ആ മിസ്സിന്റെ പേര്. എക്സാമിന്റെ പേപ്പർ തന്നപ്പോൾ എല്ലാവരും ഉള്ളിൽ എവിടെയോ തോന്നി ഞാൻ പഠിക്കുന്നു. പക്ഷെ എല്ലാത്തിനും 0 വെരി ലോ മാർക്ക്, ഭയങ്കര ലോ മാർക്കായിരുന്നു. അത് കിട്ടിയ മിസ് ഒരു വാക്ക് പറയും. ഇന്ന് ഞാൻ കാണുന്നുണ്ട് അവിടെ ക്ലാസ് റൂമൊക്കെ AC ആണ്, കാരണം ചൂടല്ലേ. 3ാമത്തെ ബെഞ്ചിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഷിവർ ചെയ്തും ആകെ ചമ്മി നിൽക്കുമ്പോൾ മിസ് പേപ്പർ കൊടുത്തിട്ടൊരു വാക്ക് പറഞ്ഞു. ആ വിജയുടെ മാർക്ക് നോക്കണ്ട, അവൻ വൈകി വന്നുകൊണ്ടാണ്, അടുത്ത എക്സാം കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പൊ എവിടെയോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഉള്ളിൽ ഒരു തറച്ച് കയറി. അതായത് മിസ്സിന് എന്നെ ഭയങ്കര വിശ്വാസം. ആ മിസ് ചീത്ത പറഞ്ഞില്ല, കളിയാക്കിയില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ ആ വാക്ക് എന്നിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ആ 2 മാസം വെക്കേഷൻ ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചു. പഠനം വേറെ രീതിയിൽ, അതായത് വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത്. ഇതാണ് എല്ലാവരുടെയും കാര്യം. പിന്നീട് 100 മാർക്കൊന്നല്ല വാങ്ങിച്ചത്, പക്ഷെ 75 to 80% എല്ലാത്തിനും കിട്ടി. പിന്നീട് അങ്ങോട്ട് പഠനം ഒരു വിഷയമല്ലാണ്ടായിരുന്നു. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ആയി താല്പര്യപ്പെട്ടാ പഠിച്ചത്. പിന്നീടുള്ള കഥ കുറേ ഉണ്ട്. കോളേജ് വരാതെ എന്തെങ്കിലും അടുത്ത സംസാരിക്കാം. കുട്ടികളെ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. കമ്പാരിസൺ. ബഹുഭൂരിപക്ഷം കുട്ടികളും നിങ്ങളെല്ലാവരും തന്നെ റിയൽ പൊട്ടൻഷ്യൽ, ശരിക്കുള്ള കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കാത്ത, സന്തോഷവാനും സന്തോഷവതികളുമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു വലിയ വിഷയമാണ് കമ്പാരിസൺ. നമ്മളുടെയൊക്കെ മനസ്സിൽ കുഞ്ഞുനാളിലോട്ട് കയറിയ ഒരു വിഷയമാണ് കമ്പാരിസൺ. നമ്മളെല്ലാവരും, നിങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടാവും. ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞു അവൻ പഠിക്കുന്നുണ്ടോ, അവൾ പഠിക്കുന്നുണ്ടോ, അവനെ കണ്ടുപിടിക്കണം, അവളെ കണ്ടുപിടിക്കണം, നീ ശരിയല്ല. ഇങ്ങനത്തെ കമ്പാരിസൺ എന്തും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം പിന്നോട്ടാണ് നയിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാനൊരു മടിയായിരിക്കും. കഴിവില്ലാത്തവളുമാണ് എന്ന് വിശ്വസിക്കാൻ പവറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരിസൺ. ഒരു ചെറിയ ഉദാഹരണത്തിൽ തുടങ്ങാം.
സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അച്ഛൻ അദ്ദേഹത്തെ എഞ്ചിനീയറോ ഡോക്ടറോ ആവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നുള്ള വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ വന്ന് കിട്ടില്ലായിരുന്നു. ആ അച്ഛനെ അമ്മേനെയുമാണ് നമ്മൾ സച്ചിനെ ആരാധിക്കുന്നതിനേക്കാളും കൂടുതൽ ആരാധിക്കുന്നത്. കാരണം അവര് കുഞ്ഞുനാളിലെ ബാറ്റ് തോന്നു എത്ര ആളുകളുടെ പഴി കേട്ടിട്ടുണ്ടാവും. ആ സമയത്ത് കുട്ടി കുഞ്ഞുനാളിലോട്ട് ക്രിക്കറ്റ് കളിക്കാനാണ് പോകുന്നത്. ആ സമയത്ത് അറിയില്ലല്ലോ അവര് ആ വ്യക്തി ലോകം അറിയപ്പെടുന്ന താരമാവും. പഠനത്തിലെല്ലാം വളരെ മോശമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി പറയുന്നത്. അപ്പോൾ ആ പേരൻസ് അന്നേ മനസ്സിലാക്കി സച്ചിൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാണ് ജനിച്ചത്. ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ശരിക്കും ഹിഡൻ ടാലൻസ് എന്താണെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഈ ഇമേജ് ഒന്ന് കാണുക. ഇതൊരു പ്രധാനപ്പെട്ട ഇമേജ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇമേജാണ്. അധ്യാപകൻ ഫ്രണ്ടിൽ മേശയ്ക്കിട്ടിരിക്കുകയാണ്. എക്സാം ദിവസമാണ്. അപ്പൊ അവിടെ ഒരു കാക്കയുണ്ട്, കുരങ്ങനുണ്ട്, പെൻഗ്വിനുണ്ട്, ആനയുണ്ട്, ഒരു മത്സ്യമുണ്ട്, സീ ലയനുണ്ട്, നായുണ്ട്. അപ്പോ ഇവരോട് പറയാണ് ഫോർ എ ഫെയർ സെലക്ഷൻ എവരിബഡി ഹാസ് ടു ടേക്ക് ദ സെയിം എക്സാം, പ്ലീസ് ക്ലൈംബ് ദ ട്രീ എന്ന്. അതായത് ഇന്നത്തെ എക്സാം മരം കയറലാണ്. ആദ്യം മരം കയറി എത്തുന്ന വ്യക്തിയാണ് വിജയിക്കുന്നത്. പക്ഷി പറന്നു കയറും, കുരങ്ങൻ പടച്ചു കയറും, ആനയും മത്സ്യവും നായയും എല്ലാം ഒന്നിനും കൊള്ളൂല്ലാത്ത, അവന് കഴിവില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ജീവിതം തള്ളി നീക്കും. ഇത് തന്നെയാണ് മിക്ക കുട്ടികളുടെയും അവസ്ഥ. കുട്ടികളാണ് നാളത്തെ എന്താ പറയുക തലമുറ. അതിന്റെ അടിയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാനായ വ്യക്തി എഴുതിയിട്ടുണ്ട്, എവ്രിബഡി ഈസ് എ ജീനിയസ്, ബട്ട് ഇഫ് യു ജഡ്ജ് എ ഫിഷ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലൈംബ് എ ട്രീ, ഇറ്റ് വിൽ ലീവ് ഇറ്റ്സ് ഹോൾ ലൈഫ് ബിലീവിംഗ് ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റുപ്പിഡ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാം ഇതിൽ നിന്ന് ആദ്യമേ ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞ ചിന്ത മാറ്റണം. ഉറപ്പായിട്ടും ഫോർ എ ബെറ്റർ ലൈഫ്. കമ്പാരിസൺ മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരും. കമ്പാരിസൺ വേണം, സെൽഫ് കമ്പാരിസൺ. ഇന്ന് കുട്ടികളെ നിങ്ങൾക്ക് എന്ത് കഴിയണം, എത്രത്തോളം പഠിക്കും, ആ പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ അതാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ നിങ്ങൾ ഇന്ന് എന്താണോ നാളെ അതിൽ നിന്ന് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാം, ആ കമ്പാരിസൺ ആണ് വേണ്ടത്. മറ്റേ ഒരു കമ്പാരിസൺ ചെയ്തു പോയാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല. അൾട്ടിമേറ്റ്ലി സക്സസ് ഓഫ് ലൈഫ് ഇസ് ഹാപ്പിനെസ്. സന്തോഷമായിട്ട് ഇരിക്കുക എന്നാണ് ഏറ്റവും വലിയ വിജയം. കാരണം ഇന്നിപ്പോ ഞാൻ സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണെങ്കിൽ എന്റെ ചിന്ത മുഴുവൻ സന്തോഷമാണ്. നല്ലത് ചിന്തിച്ചാൽ സന്തോഷമായിട്ടിരുന്നാൽ വീണ്ടും നല്ലതേ വരുള്ളൂ. അത് തന്നെ ഒരു വലിയ വിഷയമാണ്. അതിന്റെ ആ ചിന്തകളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒട്ടനവധി ആളുകൾ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതൊരു കൺസെപ്റ്റ് തന്നെയുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ. എന്ത് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാലും എന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും അത് അട്രാക്ട് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നൊരു യാഥാർത്ഥ്യം. അത് പിന്നീട് ദിവസം നമുക്ക് സംസാരിക്കാം. സോ കുട്ടികളെ, കമ്പാരിസൺ എന്ന് പറഞ്ഞ പരിപാടി പൂർണ്ണമായിട്ട് നിർത്തിക്കോളൂ. മാർക്ക് ചില ആളുകൾക്ക് കുറവായിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് വേറെ പല ടാലന്റ് ആയിരിക്കും. നിങ്ങളുടെ ടാലന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന എന്താ കുട്ടികളെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ അധ്യാപകർക്കുണ്ട്, പാരന്റ്സിനുണ്ട്. സോ ലെറ്റ് ഗുഡ് തിങ്സ് ഹാപ്പൻ. നല്ലത് മാത്രം സംഭവിക്കട്ടെ. കുട്ടികളെ, അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് ഇന്നത്തെ എക്കണോമിക് അവസ്ഥ. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന കോവിഡ് എന്ന മഹാമാരി. പലരും കുറച്ചുപേരെങ്കിലും ആദ്യം പിടിച്ചിരിക്കുന്നുണ്ടാവും, ചിലർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ ആദ്യം പിടിച്ചിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചിലപ്പോൾ കാണുന്നത്, ടി വിയിൽ കാണുന്നത്, പേപ്പറിൽ കാണുന്നത് ഭയങ്കരമായിട്ട് കൂടുകയാണ്. സാമ്പത്തിക സ്ഥിതി പല ഇൻഡസ്ട്രീസ് താഴ്ത്തു പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഞാൻ കാര്യമായിട്ട് തന്നെ പറയും, ആദ്യം പിടിക്കരുത്, ടെൻഷൻ അടിക്കരുത്. ഇതിന്ന് ലോകം മുഴുവനും അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ചരിത്രം പരിശോധിച്ചാൽ എവിടെ പ്രതിസന്ധി ഉണ്ടായി അവിടെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് ഗ്രോത്ത് 10 മടങ്ങായിട്ടുണ്ട്. ഇന്ന് ഗൂഗിൾ ചെയ്യാം, എല്ലാവർക്കും ഗൂഗിളിൽ സെർച്ച് എഞ്ചിന് അടിച്ചു നോക്കിയാൽ പല ഇൻഫർമേഷൻസ് കിട്ടും, നല്ല ഇൻഫർമേഷൻസ് ഒട്ടനവധി കിട്ടും. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്ത് ജപ്പാനെ കുറിച്ചൊന്ന് പഠിക്കുക. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമാണ് ജപ്പാൻ. എല്ലാ ജനങ്ങളടുത്തും കാശുണ്ട്, GDP ഹയസ്റ്റ് ആണ്, സാമ്പത്തിക സ്ഥിതിയിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. 1945 നാഗസാക്കി ആൻഡ് ഹിരോഷിമ അവിടെ ആറ്റം ബോംബ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വേൾഡ് വാർ 2 ഒട്ടനവധി മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടു, കൊടും ദാരിദ്ര്യത്തിലേക്ക് പോയി.
ഏറ്റവും ഫാസ്റ്റ് ആയിട്ടാണ് പിന്നീട് അവർ തിരിച്ചു വന്നത്. വിത്തിൻ നോ ടൈമാണ്. എക്കണോമിക് മിറാക്കിൾ, ജപ്പാൻസ് എക്കണോമിക് മിറാക്കിൾ എന്നാണ് പറയുന്നത്. ലോകം എന്താ പറയാ അതിശയിച്ചു പോയൊരു വളർച്ച. ശരിക്കും ആ പ്രതിസന്ധി അവരെ വീണ്ടും ശക്തരാക്കി 10 മടങ്ങായിട്ടാണ് മുന്നോട്ട് വന്നത്. എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഏത് മേഖല എടുത്താലും, ബിസിനസ് മേഖല എടുത്തോ, സിനിമ മേഖല എടുത്തോ, അല്ലെങ്കിൽ കലാപരമായ ഏത് മേഖല എടുത്താലും പ്രതിസന്ധികളിലൂടെ വന്നവർ ഉയർന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധി ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിനെ സെറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. പറയത്തക്ക സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയം ഈ കൂടുതലില്ല. നോക്കിയറിയാൻ പറ്റും നമ്മുടെ സർക്കാരുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെ ഹൈ ആണ്. ഇവിടുത്തെ ഡെത്ത് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ കുറിച്ച് ആദ്യം ഉണ്ടാവും, പരീക്ഷ ഉണ്ടാവും, ഭാവി ഉണ്ടാവും. അതൊന്നും ചിന്തിക്കരുത്. നേരത്തെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു. ടെൻഷൻ അടിക്കാനാണെങ്കിൽ ഒറ്റനവധി കാര്യങ്ങളുണ്ട്. ആദി കൂടിയാൽ ആദ്യമാണ് നമ്മുടെ തലയിലെങ്കിൽ വീണ്ടും വീണ്ടും ആദ്യം വരാനുള്ള സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോ ഈ കോവിഡ് ഇന്നത്തെ ഈ താൽക്കാലിക ടെൻഷൻ ഉറപ്പിച്ച കുട്ടികളെ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞാൽ അതൊരു വൻ ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും പറഞ്ഞാല് ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു എക്കണോമിക് പവറായിട്ട് വരാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. നിങ്ങൾ പേപ്പർ വായിക്കുന്നവരാണെങ്കിൽ ചൈനയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പല ബിഗ് കമ്പനീസ് ചൈനയിൽ നിന്ന് വരികയാണ്. ഞാനത് ഫുൾ പറഞ്ഞത് നിങ്ങൾക്കത് അതിൻ്റെതായ പഞ്ചിൽ കിട്ടുമെന്നറിയില്ല. പക്ഷെ എക്കണോമിക്കലി ഗ്രോ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നിങ്ങളാണ് ഭാവിയിലെ തലമുറ. ഉറച്ച ചിന്തയും ഉറച്ച നട്ടലുമുള്ള വളരെ സന്തോഷവാദികളുമായ ഊർജ്ജസ്വലരായ അടുത്ത തലമുറയാണ് നമുക്ക് വേണ്ടത്. തിങ്ക് പോസിറ്റീവ്. ഇതൊക്കെ ഒരു 2 വർഷം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. കോവിഡിന്റെ അവസ്ഥ ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ചതിനെ കുറിച്ച് ചിന്തിക്കും. ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ 6ാം ക്ലാസ് 2 വർഷം ഇരുന്ന ആ സമയത്ത് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്നതൊരു കോമഡി ആയിട്ടും ഒരു ജസ്റ്റ് ജീവിതത്തിന്റെ ഏറ്റവും ഒരു കോമഡി അവസ്ഥയായിട്ട് മാത്രം പറയാം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രതിസന്ധി പോസിറ്റീവായിട്ട് എടുത്താൽ വളർച്ച സുനിശ്ചിതമാണ്. ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു 2-3 വർഷം 4 വർഷം കഴിഞ്ഞ് വരുമ്പോൾ എക്കണോമി വളരെ ബൂമാണ് കാണുന്നത്. വളരെ ബൂമാണ്. ഇറ്റ്സ് എ ബിഗ് ബൂം. അപ്പോൾ അതിൻ്റെ ഒപ്പം വളർച്ചയും നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ടെൻഷൻ മാറ്റിവെച്ച് വരുന്ന എല്ലാ എക്സ്പീരിയൻസും ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് എടുക്കുക, പഠിക്കുക, ലേൺ ഫ്രം എക്സ്പീരിയൻസ്. അപ്പൊ കുട്ടികളെ ഇന്ന് നമ്മൾ പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, കമ്പാരിസനെ കുറിച്ച് ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം എന്നും ഏത് ലെവലിലെത്തേക്ക് കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്ക് സന്തോഷം കിട്ടുന്നില്ല. നമ്മളിൽ ഹാപ്പി ആവുക. നിങ്ങളുടെ യൂണീക്നെസ്, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ സംസാരത്തിന്റെ ടോൺ, നിങ്ങളുടെ മുടി, നിങ്ങളുടെ യു ലവ് യുവർസെൽഫ്. ആദ്യം നിങ്ങളെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുക. പൂർണ്ണമായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങളുടെ ഒരു എന്ത് ടാലന്റ് ആണെന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാവും. എൻ്റെ ജീവിതത്തിൽ പല എക്സ്പീരിയൻസും പല സുഹൃത്തുക്കളും 40ാം വയസ്സിലാണ് അറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് അറിയുന്ന അവനൊരു വലിയ കലാകാരനുണ്ടെന്ന്. അതേപോലെ തന്നെ മറ്റൊരു സുഹൃത്താണ് ജിസ് ജോയ്. അവനൊരു ഫിലിം ഡയറക്ടറാണ്. സൺഡേ ഹോളിഡേ ഒക്കെ ചെയ്തത്. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ ഞാൻ ഈ അടുത്തും ഒരു വീഡിയോ ചെയ്തപ്പോൾ ജിസ്മോന്റെ പേര് ഉപയോഗിച്ചിട്ട് നമ്മളോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. ആ 10ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പൊ അവൻ പറയുന്നത് ഞാൻ ഒരിക്കലും ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണെന്നാണ് അവൻ്റെ ഉള്ളിൽ കയറിയിരുന്നത്. ഇതേപോലെ തന്നെ ഒരു പള്ളിയിലെ അച്ഛൻ അവനോട് പറഞ്ഞു നിനക്ക് ടാലന്റ് ഉണ്ട്. ആ ഒരു പോസിറ്റിവിറ്റി കയറി. പക്ഷെ 10ാം ക്ലാസ് കഴിയുന്നവരെ വരെ അവൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ ഉള്ളിലൊരു ക്രിയേറ്റീവ് പേഴ്സൺ ഉണ്ടെന്ന്. ഇന്ന് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡയറക്ടർ ഇൻ മലയാളം ഭാവി കണ്ടമാനമുള്ളതാണ്. പക്ഷെ അന്ന് അവനൊരിക്കലും മനസ്സിലായില്ല അവൻ്റെ ഉള്ളിൽ ഒരു ടാലന്റ് ഉണ്ട്. നമുക്ക് കുട്ടികളെ നിങ്ങൾക്ക് ഈ സംസാരത്തിന് എന്തെങ്കിലും പോസിറ്റിവിറ്റി കിട്ടിയെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക. മാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ പോയി, ക്രിക്കറ്റ് കളിക്കാൻ പോയി, എന്തെങ്കിലും പോയിട്ടൊരു തോൽവി അല്ല നിങ്ങൾക്ക് മറ്റെന്തോ ഉണ്ട്. ബി ഹാപ്പി. ഒരിക്കലും ദുഃഖം, ടെൻഷൻ മനസ്സിൽ കയറ്റുന്നത്. ഈ ദുഃഖവും ടെൻഷനും വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നേരത്തെ ചെറിയ വലിയ കാര്യമാണ് കമ്പാരിസൺ. സ്റ്റോപ്പ് കമ്പാരിസൺ. നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യുക. ലവ് യുവർ സെൽഫ്. പിന്നെ രണ്ടാമത് പറഞ്ഞ കോവിഡിനെ കുറിച്ചാണ്. അത് മനസ്സിലേക്ക് വിട്ടുകൊടുക്കാണ്ടിരിക്കുക.
ഫേസ് ഇറ്റ് പോസിറ്റീവ്ലി. എല്ലാം നന്നാവും, എല്ലാം വളരെ നല്ല സമയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് കുറച്ചെങ്കിലും പോസിറ്റീവ് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. പോസിറ്റിവിറ്റി കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അധ്യാപകരോട് പറയാ നല്ലതാണെന്ന്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നല്ലത് മാത്രം സംഭവിക്കട്ടെ. നിങ്ങളാണ് അടുത്ത തലമുറ. ഉറച്ച ചിന്തയും ഉറച്ച നട്ടലുമായി ഊർജ്ജസ്വലരായി പുറത്തേക്ക് എക്കണോമിയിലേക്ക്, ലോകത്തേക്ക് വരിക. ദ വേൾഡ് ഇസ് ഇൻ യുവർ ഹാൻഡ്. നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.